ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 23-ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിൻ്റെ ചർച്ചയിൽ ഗീതയുടെ മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിലെ 55 മുതൽ 72 വരെയുള്ള 18 ശ്ലോകങ്ങളിലൂടെയാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്നറിയപ്പെടുന്ന ആദർശ മനുഷ്യപ്രകൃതത്തെ ഗീത വർണ്ണിക്കുന്നത്. സ്ഥിതപ്രജ്ഞനായ മനുഷ്യൻ ലോകവുമായി സംവദിക്കുന്നത് എങ്ങനെയാണ് എന്ന അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായാണ് ഭഗവാൻ കൃഷ്ണൻ ഈ വർണ്ണന നടത്തുന്നത്. ഇതിൽ 55-ഉം 56-ഉം ശ്ലോകങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തിരുന്നു. മനുഷ്യൻ തന്നാൽ തന്നെ സന്തുഷ്ടനായി മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു എന്നാണ് 55-ാം ശ്ലോകത്തിൻ്റെ അർത്ഥമെങ്കിൽ, ദുഃഖങ്ങളിൽ കുലുങ്ങാത്തവനും സുഖങ്ങളിൽ താല്പര്യമില്ലാത്തവനും രാഗം, ഭയം, കോപം ഇവയില്ലാത്തവനുമായ മുനിയാണ് സ്ഥിതപ്രജ്ഞനെന്നാണ് 56-ാം ശ്ലോകത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ഇവിടെ 56-ാം ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് രാഗം, ഭയം, കോപം ഇവയില്ലാത്തയാൾ എന്ന് പ്രയോഗിച്ചതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വസ്തുവിനോട് തോന്നുന്ന സ്വാർത്ഥപരമായ ഇഷ്ടമാണ് രാഗം. രാഗം വളരുന്നതോടൊപ്പം ഭയവും ഉള്ളിൽ വളരും. കൊതിക്കുന്ന വസ്തു കിട്ടിയില്ലെങ്കിലോ അതല്ല കിട്ടിയാലും അത് മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്നതാണ് ഭയം. ഈ അവസ്ഥയിൽ ആരെങ്കിലും അത് തട്ടിയെടുക്കാൻ വന്നാൽ അയാളുടെ നേരെ ക്രോധം ജനിക്കും. രാഗം തടസ്സപ്പെടുമ്പോൾ അത് കോപത്തിന് വഴിയൊരുക്കുന്നു എന്നർത്ഥം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളാണ്. ജ്ഞാനിക്ക് ആഗ്രഹങ്ങളേയില്ല, അതിനാൽ തന്നെ രാഗ, ഭയ, ക്രോധവും ഉണ്ടാകില്ല എന്നു സാരം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 57. യസ്സർവത്ര നഭിസ്നേഹ തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അർത്ഥം, ഏതൊരുവൻ ഒന്നിലും ആസക്തിയില്ലാതെ ശുഭമോ അശുഭമോ എന്തു വന്നാലും അതിനെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവൻ്റെ ബുദ്ധി ഉറച്ചതാകുന്നു. സാധാരണക്കാരായ മനുഷ്യർ തങ്ങൾ ചെയ്യുന്നതെന്തിലും സ്വാർത്ഥപരമായി ഒട്ടിപ്പിടിച്ചു നിൽക്കാനാണ് താല്പര്യപ്പെടുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പല കർമ്മബന്ധനങ്ങളും അതുകൊണ്ടുണ്ടാകാവുന്ന വിഷമതകളും അനുഭവിച്ചു കഴിയാൻ അവർ വിധിക്കപ്പെടുന്നു. എന്നാൽ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്ന കർമ്മയോഗിയിൽ ഈ ഒട്ടിപ്പിടിക്കൽ ഉണ്ടാകില്ല. ആയതിനാൽ തന്നെ അതുകൊണ്ടുണ്ടാകാമായിരുന്ന ദുഃഖദുരിതങ്ങളും ഉണ്ടാകില്ല. വിപരീത ഭാവങ്ങളെ സമമായി കാണാൻ മനസ്സിനെ പരിശീലിപ്പിച്ച സ്ഥിതപ്രജ്ഞന് ശുഭവും അശുഭവും എല്ലാം ഒന്നു തന്നെ. ശുഭമായിട്ടുള്ളത് സംഭവിച്ചാൽ അതിൽ കിടക്കുന്ന സന്തോഷമോ അശുഭമായിട്ടുള്ളത് സംഭവിച്ചാൽ അതിൽ കിടക്കുന്ന ദുഃഖമോ ഇക്കൂട്ടർക്ക് തോന്നുകയില്ല. ശുഭമായതിനെ സ്നേഹിക്കുകയോ അശുഭമായിട്ടുള്ളതിനെ വെറുക്കുകയോ ചെയ്യുന്ന ആളല്ല സ്ഥിതപ്രജ്ഞ. ഇനി നമുക്ക് 58-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യദാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അർത്ഥം, ആമ അവയവങ്ങളെ എന്ന പോലെ എപ്പോൾ യോഗി എല്ലാ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നുവോ അപ്പോൾ അവൻ്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായി തീരുന്നു. 54-ാം ശ്ലോകത്തിലെ യോഗി എങ്ങനെ സംസാരിക്കുമെന്ന അർജുനൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. എങ്ങനെ സംസാരിക്കുമെന്നതിനെ എങ്ങനെ ലോകവുമായി സംവദിക്കും എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് ആ ശ്ലോകം വിശകലനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. യോഗിയുടെ പ്രവൃത്തി ആമ അതിൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ആകണമത്രേ. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നമുക്ക് നോക്കാം. ആമയുടെ ശരീരത്തിന് വളരെ കട്ടി കൂടിയൊരു പുറന്തോടുണ്ട്. ആകാശത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഈ പുറന്തോട് എടുത്തെറിഞ്ഞാൽ പോലും പൊട്ടാത്തത്ര കട്ടിയുള്ളതാണ്. ഇതിനുള്ളിലാണ് ആമയുടെ ശരീരം നിലകൊള്ളുന്നത്.
4 കാലുകളും തലയും വാലും അങ്ങനെ 6 ശരീരഭാഗങ്ങൾ കൊണ്ട് ആമ ഭൂമിയിൽ സ്പർശിച്ചു നിൽക്കുന്നു. എന്തെങ്കിലും ഒരു അപകട സാധ്യത തോന്നിയാലുടൻ ഈ 6 ഭാഗങ്ങളെയും ആമ ഉള്ളിലേക്ക് വലിച്ച് കട്ടിയായ തോടിനുള്ളിൽ അതിൻ്റെ ശരീരത്തെ സംരക്ഷിച്ചു നിർത്തും. ഇങ്ങനെ ഒരു തോട് മാത്രമായി കാണുന്ന ആമയെ നമ്മൾ ഏതൊക്കെ വിധത്തിൽ ശല്യപ്പെടുത്തിയാലും എടുത്തെറിഞ്ഞാൽ പോലും അതിനൊരു ഇളക്കവും ഉണ്ടാകില്ല. സ്ഥിതപ്രജ്ഞനായ യോഗിയും ഇതുപോലെ സ്വയം സംരക്ഷിച്ചു നിർത്തുന്നവനായിരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. പഞ്ചേന്ദ്രിയങ്ങളും, അതായത് കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക്, മനസ്സും കൊണ്ട് ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗി, അതായത് 5 ഇന്ദ്രിയങ്ങളും മനസ്സും, അങ്ങനെ 6. അങ്ങനെ ഇവ 6മായി ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗി വിഷയസംബന്ധിയായ എന്തെങ്കിലും അപകട സൂചന തോന്നിയാൽ ഉടൻ തന്നെ ഇവയെല്ലാം തൻ്റെ ആത്മബലമെന്ന കവചത്തിനുള്ളിലേക്ക് പിൻവലിച്ച് സുരക്ഷിതനാകണം. അതായത് യോഗി സാധാരണ മനുഷ്യരെ പോലെ വിഷയങ്ങളിൽ ആസക്തി പൂണ്ട് അവയുടെയൊക്കെ പിറകെ പോയി ജീവിതം നശിപ്പിക്കുന്നയാളല്ല. സ്ഥിതപ്രജ്ഞനായ യോഗിയുടെ ബുദ്ധിക്ക് അല്പം പോലും ചാഞ്ചാട്ടമുണ്ടാകില്ല. അത് തീർത്തും ഉറച്ചതായിരിക്കും. സാധാരണ മനുഷ്യരെ പോലെ ഇന്ദ്രിയ സുഖങ്ങളുടെ പിറകെ പോകുന്ന ആളായിരിക്കില്ല യോഗി. അതിനെയെല്ലാം ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് സംയമനം പാലിച്ച് കഴിയുന്ന ആളായിരിക്കും സ്ഥിതപ്രജ്ഞനായ യോഗി എന്നാണ് ഈ പറഞ്ഞതുകൊണ്ടെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കുന്നത് കൊണ്ട് മാത്രം വ്യക്തി പൂർണ്ണമായും സുരക്ഷിതനാകുമോ? അത് നോക്കാം നമുക്ക്. അടുത്ത ശ്ലോകത്തിലൂടെ പറയുന്നത് അതാണ്. ശ്ലോകം 59. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജ്ജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അർത്ഥം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യന് വിഷയങ്ങൾ അകന്നു പോകുന്നു, എന്നാൽ ആസക്തി അവശേഷിക്കുന്നു. പരമാത്മാവിനെ പ്രാപിക്കുമ്പോൾ അവൻ്റെ ആസക്തിയും വിട്ടുപോകുന്നു. നമ്മൾ ഈ പറയുന്നതെല്ലാം സ്ഥിതപ്രജ്ഞനായ ഒരു യോഗിക്ക്, അല്ലെങ്കിൽ ഒരു ആദർശ പുരുഷന്, അല്ലെങ്കിൽ ഈശ്വരനെ പോലെ ഉള്ള ഒരു മനുഷ്യന് ഉള്ള പ്രകൃതങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീത ഒരു ആദർശ വ്യക്തിത്വത്തിൻ്റെ പ്രകൃതം വർണ്ണിക്കുകയാണ്. അതാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങളെല്ലാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചൊല്ലിയ 59-ാം ശ്ലോകത്തിലെ അതിനെയൊന്ന് നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും ബലാത്കാരമായി പിൻവലിച്ചാൽ ഭോഗേച്ഛയിൽ നിന്നും താൽക്കാലികമായി വിമുക്തനാകാൻ അത് സഹായിക്കുമെങ്കിലും ആ വിഷയങ്ങളുടെ ആസക്തി മനസ്സിൽ അവശേഷിക്കുകയും അനുകൂല സാഹചര്യമുണ്ടാകുമ്പോൾ അവ അതീവ ശക്തിയോടെ പ്രകടിതമാവുകയും ചെയ്യും. ഡയബറ്റിസ് കാരണം മധുരം കഴിക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള രോഗി മനസ്സില്ലാ മനസ്സോടെ മധുരം ഒഴിവാക്കുമെങ്കിലും മധുരത്തോടുള്ള ആസക്തി മനസ്സിൽ കിടക്കും. പാൽപ്പായസം കാണുമ്പോൾ ആ ആസക്തി അതീവ ശക്തിയോടെ തിരിച്ചു വരികയും രോഗി പായസം കഴിക്കുകയും അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും. വ്രതാനുഷ്ഠാനങ്ങളിലും രോഗാവസ്ഥയിലും ആഹാരത്തോടുള്ള താല്പര്യം കുറയുമെങ്കിലും ആസക്തി ഇല്ലാതാകുന്നില്ല. ഇന്ദ്രിയ നിഗ്രഹം നടത്തിയവരെന്ന് കരുതി ജീവിക്കുന്ന പല ആത്മീയ ഗുരുക്കന്മാരും പല അപകടങ്ങളിലും ചെന്ന് ചാടുന്നത് അവരുടെ മനസ്സിൽ വിഷയാസക്തി ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ്. മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന വാസനകളെ നിയമവും നിയന്ത്രണങ്ങളും കൊണ്ട് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താമെന്നല്ലാതെ തുടച്ചു മാറ്റാൻ കഴിയുന്നതല്ല. അപ്പോൾ പിന്നെ അപകടം പിടിച്ച വിഷയാസക്തിയിൽ നിന്നും മനുഷ്യൻ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക? അതാണ് ഈ ശ്ലോകത്തിൻ്റെ വിഷയം. ഒരു മാർഗമുണ്ട്. ഒരു വരയെ ചെറുതാക്കാൻ അതിനടുത്തായി അതിലും വലിയൊരു വര വരച്ചാൽ മതി എന്ന് പറയും പോലെ വിഷയസുഖത്തിനേക്കാൾ വലിയ മറ്റൊരു സുഖം ലക്ഷ്യമാക്കിയാൽ വിഷയസുഖം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സുഖം, ആ വിഷയസുഖം മനസ്സിൽ നിന്നും താനേ മാഞ്ഞു പോയിക്കൊള്ളും. അതായത് വിഷയസുഖത്തിനേക്കാൾ വലിയൊരു സുഖത്തിലേക്ക് നാം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയസുഖം നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകും. ഇത് തീവ്രമായ ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ ചെറിയ ദുഃഖങ്ങൾ മാഞ്ഞു പോകുമെന്ന് പറഞ്ഞു പോലെ നമ്മൾ ചെറിയ ചെറിയ ദുഃഖങ്ങളുമായിട്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും ഒരു വലിയൊരു ദുഃഖത്തിന് കാരണം വരുന്നത്. അപ്പോൾ ഈ ചെറിയ ദുഃഖങ്ങൾ മാഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഈ വിഷയസുഖം എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മളിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
അതിനേക്കാൾ വലിയൊരു സുഖത്തെ ലക്ഷ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ വിഷയസുഖങ്ങളുടെ പ്രസക്തി മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ മനസ്സ് അഭിരമിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് ആ വലിയ സുഖത്തിൽ അതിൽ മനസ്സ് അഭിരമിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രിയപരമായ വിഷയസുഖങ്ങൾ താനെ അകന്നു തുടങ്ങും. എങ്കിലും കുറേയൊക്കെ വീണ്ടും ബാക്കി നിൽക്കും. ഈശ്വര സാക്ഷാത്കാരം നേടുന്നതോടെ ബാക്കിയുണ്ടായിരുന്ന ആസക്തിയും ഇല്ലാതായി വ്യക്തി സർവതന്ത്ര സ്വതന്ത്രനാകും. വലിയ ലക്ഷ്യത്തിലേക്ക് മനസ്സൂന്നിക്കഴിയുന്ന മനുഷ്യരിൽ ഹാനികരമായ ചെറിയ ചിന്തകൾക്ക് സ്ഥാനമില്ലാതെയാകും. ഇതാണ് ഈ 59-ാം ശ്ലോകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നത്. ഇനി നമ്മൾ 60-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. അത് ഇങ്ങനെയാണ്: യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസവം മനഃ. അർത്ഥം: ഹേ കുന്തിപുത്ര, ഇന്ദ്രിയ നിഗ്രഹത്തിനായി പ്രയത്നിക്കുന്ന വിദ്വാനായ പുരുഷന്റെ മനസ്സിനെ പോലും ക്ഷോഭിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി വശത്താക്കുന്നു. അർജുനനോടാണല്ലോ കൃഷ്ണൻ ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അർജുനനോട് പറയാണ്: അർജുന, പരമാത്മബോധത്തിലൂടെ ഇന്ദ്രിയങ്ങളെ വശത്താക്കുക എന്നത് സാധ്യമാണെങ്കിലും അതത്ര എളുപ്പമാണെന്ന് ചിന്തിക്കരുത്. ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ വശത്താക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിറകെ പോയി മനസ്സിനെ ശക്തമായി അതിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നന്നായി അറിയുന്ന വിദ്വാന്റെ മനസ്സിനെ പോലും ഇന്ദ്രിയങ്ങൾ വശത്താക്കി വിഷയസുഖത്തിലേക്ക് അടുപ്പിക്കാൻ പ്രേരിപ്പിക്കും. നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ടല്ലോ, വളരെ ബഹുമാന്യരായ, വളരെ പ്രശസ്തരായ, വളരെ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നാം ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലുള്ള അബദ്ധങ്ങളിൽ ചാടി സമൂഹമധ്യത്തിൽ അപമാനിതരാകുന്നത്. വിഷയങ്ങളോടുള്ള ഇന്ദ്രിയങ്ങളുടെ ആകർഷണം അത്രമാത്രം ശക്തമാണ്. സമചിത്തനായ യോഗിയായിരുന്നിട്ട് പോലും വിശ്വാമിത്ര മഹർഷിക്ക് മേനകയുടെ വശ്യ സൗന്ദര്യത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായില്ല. മനോനിയന്ത്രണം എന്നതത്ര എളുപ്പമായ സംഗതിയല്ല. ബുദ്ധിയുടെ തീവ്രമായ ഇടപെടലിലൂടെ മാത്രമേ ഇത് സാധ്യമാക്കാൻ കഴിയൂ. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് രാത്രി വെളുക്കുമ്പോൾ മുനിയാകാം എന്ന് ചിന്തിക്കുന്ന മൂഢാത്മാക്കൾക്കുള്ള വ്യാസോപദേശം കൂടിയായി ഈ ശ്ലോകത്തെ കണക്കാക്കാവുന്നതാണ്. ഇരുട്ട് വെളുക്കുമ്പോൾ സന്യാസിയാകാമെന്നത് നടക്കുന്ന കാര്യമല്ല. ഇതിനായി മനസ്സിനെ ശരിക്കും പരിശീലിപ്പിക്കേണ്ടതുണ്ട്. മനസ്സ് വെച്ചാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യം തന്നെയാണിത്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പോലും സാധ്യമാകണം എന്നില്ല. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളോടുള്ള ആകർഷണ ശക്തി അത്ര വലുതാണ്. അതുകൊണ്ടാണല്ലോ ഇന്ദ്രിയ നിഗ്രഹത്തിനായി പ്രയത്നിക്കുന്ന വിദ്വാനായ പുരുഷൻ്റെ മനസ്സിനെ പോലും ക്ഷോഭിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി വശത്താക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്ന വിദ്വാന് പോലും ചില നിമിഷങ്ങളിൽ അത് സാധിക്കാതെ വരും. ആ ഓരോ നിമിഷം ബുദ്ധിയുടെ മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ വഴിയെ പോയി ഇന്ദ്രിയങ്ങൾ നമ്മളെ എന്ത് അബദ്ധത്തിലും കൊണ്ട് ചാടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ജാഗരൂകനായിട്ടായിരിക്കണം സ്ഥിതപ്രജ്ഞൻ ജീവിക്കേണ്ടത് എന്ന അർത്ഥമാണ് ഈ പറഞ്ഞതിൽ നിന്ന് നാം എടുക്കേണ്ടത്. അതായത് സ്ഥിതപ്രജ്ഞൻ്റെ പ്രജ്ഞ സ്ഥിരമായിരിക്കണം. അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു നിമിഷം പോലും അത് വിട്ടുപോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾ മാത്രമാണ് സ്ഥിതപ്രജ്ഞൻ എന്ന പേരിന് അർഹനാകുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരി, നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 61. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അർത്ഥം: അവയെല്ലാം സംയമനം ചെയ്ത് യോഗയുക്തനായി എന്നിൽ ഭക്തിയോടെ ഇരിക്കുക. ആർക്ക് ഇന്ദ്രിയങ്ങൾ വശത്താണോ അവൻ്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ശ്ലോകങ്ങൾ കണ്ട ഏതാണ്ട് അതേ അർത്ഥതലങ്ങളാണ് ഈ ശ്ലോകത്തിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാകാം. ഇന്ദ്രിയങ്ങൾ ആർക്കാണോ വശമായിട്ടുള്ളത് അവരുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ശ്ലോകത്തിലും ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതെല്ലാം
ചെയ്തുകൊണ്ട്, അതായത് ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ടടക്കി മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് അങ്ങനെ യോഗയുക്തനായി എന്നിൽ ഭക്തിയോടെ ഇരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്നിൽ എന്ന് പറയുമ്പോൾ ഇത് ഭഗവാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമതൊരു വ്യക്തിയായിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ്. പക്ഷേ ഗീതയിലെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പരമാത്മബോധമാണ്, അല്ലെങ്കിൽ പരമാത്മഭാവത്തിലാണ് പറയുന്നത്. അല്ലാതെ വ്യക്തി രൂപമായ വസുദേവപുത്രൻ കൃഷ്ണനായ അല്ല എന്ന് നമ്മൾ ധരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തത്വമസി എന്നാൽ അത് നീ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ടില്ല, ദ്വൈതമില്ല, അദ്വൈതമാണ് ഇവിടെ. നമ്മൾ ഒരാളെ ഉള്ളു ഇവിടെ. ഞാൻ തന്നെ ഈശ്വരനാണ്, എന്നിലെ ഈശ്വരീയത്വം വെളിവാകുന്നില്ല. അത് ചില കളങ്കങ്ങൾ ഉള്ളത് കാരണം ഈശ്വരീയത്വം വെളിവാകുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ബാഹ്യനായ ഒരു ഈശ്വരനെ കുറിച്ചല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഈ എന്നിൽ എന്ന് ഗീതയിലെ കൃഷ്ണൻ പറയുന്നതിനെ ആത്മാവിൽ തന്നെ, അല്ലെങ്കിൽ പരമാത്മാവിൽ തന്നെ, അല്ല പരമാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവെന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതായത് എന്നിൽ ഭക്തിയോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ തന്നെ, വ്യക്തിയുടെ ആത്മാവിൽ തന്നെ ഭക്തിയോടെ ഇരിക്കുക. അതായത് ആത്മസ്വരൂപനായി ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ഇരിക്കുക എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു ഈശ്വരൻ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശം തരുന്നതല്ല. നിന്നുള്ളിലെ ആത്മാവിനെ തന്നെ നീ ബോധ്യമാക്കിക്കൊണ്ട് നിൻ്റെ ആത്മബോധത്തിൽ തന്നെ അമർന്നിരിക്കൂ എന്നാണ് ഈ പറയുന്നത്. അല്ലാതെ എന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലിരിക്കുന്ന കൃഷ്ണനാണ്, എന്നിലേക്ക് വരൂ എന്നല്ല ഈ പറയുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിൻ്റെ, അതായത് ബുദ്ധിയോഗം എന്നും പറയാം, ഭാഗമായി വരുന്ന ഈ ശ്ലോകങ്ങളിലെല്ലാം തന്നെ മനുഷ്യജന്മത്തെ മറ്റിതര ജന്തുജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ബുദ്ധിയെയും ജീവിതത്തെ നേർദിശയിൽ നയിക്കാനുള്ള അതിൻ്റെ അപാര ശക്തിയെയും കുറിച്ചാണ് ഊന്നി പറയുന്നതെന്ന് സൂക്ഷ്മമായി നമ്മൾ ഈ ശ്ലോകങ്ങളെ പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആത്മബോധത്തിൽ അമർന്നിരുന്നുകൊണ്ട് ബുദ്ധിപരമായി കർമ്മങ്ങൾ ചെയ്യുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ നാശം ഉറപ്പാണ്. വിഷാദമഗ്നായ അർജുനൻ, അതായത് ആത്മാവ്, ഉപവിഷ്ടനായിരിക്കുന്ന 5 കുതിരകളെ പൂട്ടിയ, അത് പഞ്ചേന്ദ്രിയങ്ങളാണ്, രഥത്തെ, അത് ശരീരമാണ്, കുതിരകളുടെ കടിഞ്ഞാണിലൂടെ, അതായത് മനസ്സിലൂടെ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ, അതായത് ബുദ്ധി, നിയന്ത്രിക്കപ്പെടുന്നതായുള്ള ഭഗവത്ഗീതാ ചിത്രത്തിൻ്റെ താല്പര്യമാണ് ഈ പറഞ്ഞത്. ഇതേ തുടർന്ന് വരുന്ന 2 ശ്ലോകങ്ങൾ വളരെ സുന്ദരമായ 2 ശ്ലോകങ്ങളാണ്. എങ്ങനെയാണ് ആത്മമഹിമയിൽ നിന്നും ആത്മനാശത്തിലേക്ക് മനുഷ്യൻ പതിക്കുന്നതെന്ന് വളരെ സുന്ദരമായി, വളരെ ഭംഗിയായി ഈ 2 ശ്ലോകങ്ങളിലൂടെ വ്യാസമുനി ചിത്രീകരിച്ചിരിക്കുന്നു. അതൊന്ന് ചൊല്ലാം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ 62-63 ശ്ലോകങ്ങളുടെ അർത്ഥം ഇതാണ്. വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുരുഷന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്നും ആഗ്രഹമുണ്ടാകുന്നു. ആഗ്രഹത്തിൽ നിന്നും കോപം ജനിക്കുന്നു. കോപത്തിൽ നിന്നും അവിവേകം ഉടലെടുക്കുന്നു. അവിവേകത്തിൽ നിന്നും ഓർമ്മക്കേടും ഓർമ്മക്കേടിൽ നിന്നും ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശം മൂലം മനുഷ്യൻ നശിക്കുകയും ചെയ്യുന്നു. ഈ 2 ശ്ലോകങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതീവ സുന്ദരവും വളരെ പ്രാധാന്യമുള്ളതും പ്രസക്തവും അതുപോലെ തന്നെ കാവ്യാത്മകമായി ഗംഭീരമായി ഒരു വീഴ്ചയെ എങ്ങനെ ചിത്രീകരിക്കണം എന്ന് വളരെ ഭാവനയോടുകൂടി ചെയ്തു വച്ചിട്ടുള്ളതുമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക്
വളരെ വിശദമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സമയം അതിക്രമിച്ചത് മൂലം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്ത ആഴ്ചയിലെ ചർച്ചയ്ക്കായിട്ട് നമുക്കിത് മാറ്റിവെക്കാം. സുന്ദരമായി 2 ശ്ലോകങ്ങൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ശ്ലോകങ്ങൾ രണ്ടും ഒന്ന് ഹൃദിസ്ഥമാക്കിക്കോളൂ, അതിൻ്റെ അർത്ഥവും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അങ്ങനെയാകുമ്പോൾ അടുത്ത ആഴ്ച സംസാരിക്കുമ്പോൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതേ ഉള്ളൂ. ശരി, അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണുന്നത് വരെ നിങ്ങളെല്ലാവർക്കും നമസ്കാരം.